പിണറായി സർക്കാരുമായി രണ്ടാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ അതിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ പറയുന്നു. അപവാദ പ്രചരണം നടക്കുന്നുണ്ട്. ആ അപവാദ പ്രചരണത്തെയും പാർട്ടി നേരിടേണ്ടതുണ്ട് എന്ന്. എനിക്ക് പിന്നെ ദണ്ഡമില്ലാണ്ടിരിക്കൂ. ഈ തോൽവിയുടെ മറപറ്റി പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ പ്രചരണ സംവിധാനം കേരളത്തിൽ നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന CPM വാദം എത്രമാത്രം ശരിയാണ്? സന്ദീപ് വാര്യർ. പ്രയോഗത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഈ പാർട്ടി സമം CPM എന്നൊരു പ്രയോഗം ഒരു ധാരണ പൊതുവെ കേരളത്തിലുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പാർട്ടികളാണ്. നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് CPM-നെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ കാരണം ഇവിടെ നടന്നുകൊണ്ടിരുന്ന കലാപരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. സോറി ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ആ ഒരു വ്യാഖ്യാനത്തിലേക്ക് പൊതുബോധത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തകർ സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, ഇത്തരത്തിലൊരു പൊതുബോധം CPM-നെതിരെ സൃഷ്ടിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഇവർ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ. SFIക്കാർ നടത്തുന്ന ഗുണ്ടായുസങ്ങൾ, പല കോളേജുകളിൽ നടത്തുന്ന ഗുണ്ടായുസങ്ങൾ, അതുപോലെ തന്നെ KSEB നടത്തുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? മീശ പോലില്ല പെണ്ണുങ്ങളെ പോലെ. സിനിമയിൽ ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്നത് പോലെ ഇപ്പൊ വാഴ വെട്ടുന്നത് തെറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ തിരുത്തുമല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയ ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇതാ തിരുത്തുന്നേ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജനങ്ങളെ നമുക്കെന്ത് പറയാൻ പറ്റും തമ്പക്കേട്ടാ? ാണ് CPM അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് അണുവിട മാറാൻ പോകുന്നില്ല. അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള, അങ്ങേയറ്റം അഴിമതിക്കാർ നിറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. അവർക്ക് അതൊന്നും മാറാൻ സാധിക്കുകയില്ല. അവരൊരു ഏകാധിപത്യ സ്വഭാവത്തിൽ മുന്നോട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? പോവുകയാണ്. രണ്ടാമതും ഭരണം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന അഹങ്കാരത്തോട് മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം ഒരു പൊതുവികാരം വരുന്നത് പാർട്ടി വികാരം. ആ വികാരത്തിനൊന്നും ഞങ്ങൾ ഗൗരവം കാണുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളെ വിട്ടോളൂ. നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയല്ലേ ഇതെല്ലാം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇനി ഇതെല്ലാം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പാർട്ടി ചെന്ന് പതിച്ചിട്ടുള്ള വലിയ ഗർത്തത്തിൽ നിന്ന് ഒരു കൈ കൊടുത്ത് രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള അവസാനത്തെ ശ്രമം ചർച്ച ചെയ്യാണ്. ഒരു കാര്യമില്ലാതെ, ഒരു ഗൗരവമില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾ പർവ്വതീകരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിലേതുപോലെ ആ കുഴിയിൽ നിന്ന് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം നിങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല. ഏറ്റവും ധാർഷ്ട്യം നിറഞ്ഞ, അഴിമതി നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു സർക്കാരുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഞങ്ങളാണ് ആദ്യം ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പെയിന്റ് കൊടുന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റ് വാഷ് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. ടോയ്ലറ്റ് നോവേറ്റ പാമ്പ് പുകയും കൊണ്ട് പോകുന്നത്.